നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ പങ്കുവയ്ക്കാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കോട്ടയം, പത്തനംതിട്ട എന്നീ രണ്ട് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. മറ്റൊന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്ന 2009-ലാണ്. അപ്പോൾ 2009, 2014, 2019 അപ്പോൾ 3 തെരഞ്ഞെടുപ്പുകളുടെ കഥയെ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം വന്നതാണ് ഈ 2009 ഈ പത്തനംതിട്ട എന്ന പേരിലുള്ള ലോക്സഭാ മണ്ഡലം. നമുക്ക് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന നിയമസഭകൾ ഏതൊക്കെയാണ്, അത് ആരുടെ കയ്യിലാണ്, അത് പറഞ്ഞു തുടങ്ങാം. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, ഇത്രയുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എല്ലാ മണ്ഡലങ്ങളും, ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളും LDF ആണ് ഇപ്പോൾ LDF ആണ്. എന്നാൽ ഇടയ്ക്ക് മറ്റൊന്ന് പറയാനുണ്ട്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ലോക്സഭയിൽ എല്ലാ പ്രാവശ്യവും UDF ആണ്. അത് ആന്റോ ആന്റണി തന്നെയാണ്. പത്തനംതിട്ടയ്ക്ക് ഇതുവരെ ഒരു MP ഉള്ളൂ. അത് ആന്റോ ആന്റണിയാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. പക്ഷേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDFന്റെ കീഴിലാണ്. വേറൊരു രസകരമായ കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അടൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും UDF-നായിരുന്നു ഭൂരിപക്ഷം. അടൂരിൽ ലോക്സഭയിൽ LDF-നായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കാരണം 1956 വോട്ടിന് LDF-നാണ് അവിടെ ലീഡ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് കാര്യമില്ല. കാരണം 44,243 വോട്ടിനാണ് ആന്റോ ആന്റണി ജയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 7 മണ്ഡലങ്ങളും 7 നിയമസഭാ മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 2 ഉണ്ട്, ജനതാദൾ സെക്യുലറിന് 1 ഉണ്ട്, പിന്നെ മാണി ഗ്രൂപ്പിന് 3 ഉണ്ട്, പിന്നെ ജനതാദൾ സെക്യുലറിനുണ്ട്, CPM-ന് 2 ഉണ്ട്, ചിറ്റയം ഗോപകുമാർ CPI-ക്ക് 1 ഉണ്ട്. അങ്ങനെയാണ് 7 LDF-ന്റെ കയ്യിലാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ LDF-ന്റെ കയ്യിലാണ്. പക്ഷേ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം 2009 നിലവിൽ വന്നതിന് ശേഷം MP ആന്റോ ആന്റണി തന്നെയാണ്, UDF തന്നെയാണ്. ഇപ്രാവശ്യവും ആന്റോ ആന്റണി മത്സരിക്കുന്നു. മറ്റുള്ളവരുടെ മത്സരാർത്ഥികളുടെ പേര് കൂടി പറയാം. ആന്റോ ആന്റണി കോൺഗ്രസ് ആണ് UDF-ന്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴും അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. ഇനി CPM-ന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കാണ്. അനിൽ ആന്റണിയാണ് BJP-യുടെ കാൻഡിഡേറ്റ്. BJP-യുടെ കാൻഡിഡേറ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രനായിരുന്നു. ഇപ്രാവശ്യം അനിൽ ആന്റണിയാണ്. അവിടെയും ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ് BJP-യും സഖ്യകക്ഷികളും ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം പത്തനംതിട്ട, കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രനും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ, വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പുകൾ 2009, 2014, 2019 ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും പ്രകടനം നമുക്കൊന്ന് വിലയിരുത്താം. അപ്പോൾ 2009 ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത്. അന്ന് ജയിച്ചത് ആന്റോ ആന്റണി. 4,08,232 4,08,232 വോട്ട് പിടിച്ചു. അതായത് 51.21%. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. 51.21% വോട്ടാണ് ആന്റോ ആന്റണി 2009 പിടിച്ചത്. അന്ന് എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ CPM, അദ്ദേഹം 2,97,026 പിടിച്ചുള്ളൂ. ആന്റോ ആന്റണി 4 ലക്ഷത്തി സംതിങ് പിടിച്ചപ്പോൾ അഡ്വക്കേറ്റ് K. അനന്തഗോപൻ 2,97,000, 3 ലക്ഷം അടുപ്പിച്ച് പിടിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ പെർസെൻറ്റേജ് 37.26 ആണ്. ആന്റോ ആന്റണിക്ക് കിട്ടിയത് 51.21. അന്ന് B. രാധാകൃഷ്ണ മേനോൻ BJP അവിടെ 7.06% വോട്ട് പിടിച്ചു. അതായത് 56,294. അങ്ങനെ ആന്റോ ആന്റണിക്ക് 1,11,206 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി 2009. നല്ല ഭൂരിപക്ഷം 13.95% ഭൂരിപക്ഷത്തോടെയാണ് 2009 ആന്റോ ആന്റണി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ CPM-നെ തോൽപ്പിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് 2014 പത്തനംതിട്ട. നമുക്ക് 3 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമേ പറയാനുള്ളൂ, പെട്ടെന്ന് കഴിയും. 2014 ആന്റോ ആന്റണി വീണ്ടും മത്സരിക്കുന്നു. അവിടെ ആന്റോ ആന്റണി പിടിക്കുന്ന വോട്ട് 3,58,842 നേരത്തെ 4,08,000 സംതിങ് പിടിച്ചിരുന്നു. പക്ഷേ വോട്ടിൻ്റെ എണ്ണം വിടാം, വോട്ടേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റം വന്നാലോ. പക്ഷേ ആന്റോ ആന്റണി പിടിച്ച പെർസെൻറ്റേജ് 41.19. 2009 ആന്റോ ആന്റണി പിടിച്ചതിനേക്കാളും 10% കുറച്ചാണ് 2014 ആന്റോ ആന്റണി പിടിച്ചത്. നേരത്തെ 51.29 ഉണ്ടായിരുന്നു, ഇപ്പോഴും 41.19 വോട്ട്. അപ്പോൾ ആ വോട്ട് ആർക്ക് പോയി? അത് CPM-ന് പോയോ? ഇല്ല. കാരണം K. അനന്തഗോപൻ 37.26 പിടിച്ചു. തൊട്ടടുത്ത 2014 ആന്റോ ആന്റണി 41% പിടിക്കുമ്പോൾ എതിർക്കുന്ന പീലിപ്പോസ് തോമസ് 34.74 പിടിച്ചുള്ളൂ.
അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായി, ഇടതുപക്ഷ സ്വതന്ത്രനായി. ചുരുക്കി പറഞ്ഞാൽ 2009 2014 UDF-ന് 10% വോട്ട് കുറഞ്ഞു, LDF-ന് 3% വോട്ട് കുറഞ്ഞു. അപ്പോൾ ആ വോട്ട് ആൾക്ക് പോയി, BJP-ക്ക് പോയി. കാരണം BJP-ക്ക് MD രമേശ് 15.95 2009 B രാധാകൃഷ്ണ മേനോൻ 7 പോയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, MD രമേശ് 15 പോയിൻ്റായി. അപ്പോൾ UDF-നും LDF-നും പത്തനംതിട്ടയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും പെർസെൻറ്റേജ് വൈസ് വോട്ട് കുറഞ്ഞു വരുന്നു, BJP-ക്ക് പെർസെൻറ്റേജ് വൈസ് വോട്ട് കൂടി വരുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് അനിൽ ആൻ്റണി ഇപ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുന്നു നമുക്ക് തോന്നുന്നത്. നമുക്ക് തൊട്ടടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കാം, 2019 തെരഞ്ഞെടുപ്പ്. 2019 ആൻ്റണിയാണ് മത്സരിച്ചത് കോൺഗ്രസിന് വേണ്ടി. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 3,80,927 വോട്ട്. പെർസെൻറ്റേജ് നോക്കാം 37.11. വീണ്ടും കുറഞ്ഞു. അപ്പോൾ ആൻ്റണിക്ക് ആദ്യം മത്സരിച്ചപ്പോൾ 51% കിട്ടി, രണ്ടാമത് മത്സരിച്ചപ്പോൾ 41% കിട്ടി, മൂന്നാമത് 2019 മത്സരിച്ചപ്പോൾ 37% കിട്ടിയുള്ളൂ. കോൺഗ്രസിന് വീണ്ടും ഇടിഞ്ഞു വന്നു. അപ്പോൾ LDF-ന് കൂടിയോ? ഇല്ല. LDF-ന് ആദ്യം 37.26 ഉണ്ടായിരുന്നു, അടുത്ത തെരഞ്ഞെടുപ്പ് 34 ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് മത്സരിച്ചപ്പോൾ 32 ഉള്ളൂ. 32.8 ഉള്ളൂ. അവിടെയും LDF-നും കുറഞ്ഞു. പക്ഷേ സുരേന്ദ്രന് കൂടി 28.97% സുരേന്ദ്രൻ പിടിച്ചു. 2,97,396. സാർ, ഇതിൽ ഈ K. സുരേന്ദ്രന്റെ ആ ഒരു ശതമാനവും വോട്ടിംഗ് ശതമാനവും വീണ ജോർജിന്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുമ്പോൾ ആകെ 4% വ്യത്യാസമുണ്ട്. 28-4-32. അതെ. ഇനി ജയിച്ച ആളും വീണ ജോർജും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആകെ 5%. അത് 4 പോയിന്റ് സംതിങ് വരുന്നുള്ളൂ. വളരെ നേരത്തെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് അനിൽ ആൻ്റണി ശക്തമായ ഒരു പ്രതിരോധം അവിടെ തീർക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. BJP-ക്ക് വലിയൊരു വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ജാതി സമവാക്യങ്ങൾ ഇലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ മാത്രമേ എതിർ വരും. എന്നാൽ എല്ലാവരും നിർത്തുന്ന ജാതി മതവും നോക്കിയിട്ട് തന്നെയാണ്. പറയാൻ പാടില്ല, പക്ഷേ ആരും പറയാൻ പാടില്ല, അതാണ് പ്രശ്നം. നമ്മളത് പറയുന്നില്ല. ജാതി ചോദിക്കരുത്, പക്ഷെ നിർത്തും. ഇവിടെ 2 തവണയും 2009-ലും 2014-ലും LDF-നും UDF-നും മത്സരിച്ചത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളല്ല. ആദ്യത്തെ ഹിന്ദുവിനെയാണ് നിർത്തിയത്, CPM നിർത്തിയത്. രണ്ടാമത് മാത്രമാണ് ഫിലിപ്പോസ് തോമസ് വന്നത്. പക്ഷേ ഇപ്പോഴും BJP വന്നിട്ട് ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വരും. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ വോട്ട് അല്ലെങ്കിൽ BJP-ക്ക് നേരത്തെ സുരേന്ദ്രൻ പിടിച്ച കംപ്ലീറ്റ് വോട്ടും അനിൽ ആൻ്റണിക്ക് കിട്ടുമോ? ഒന്ന് നമ്പർ 1. അത് പൂർണ്ണമായിട്ട് അത് കിട്ടുമെങ്കിൽ ഓക്കെ, കിട്ടുമോ? 1. 2, അതുപോലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കൂടി അനിൽ ആൻ്റണിക്ക് കിട്ടുമോ? അപ്പോൾ അതിനെ ആശ്രയിച്ചിരിക്കും അനിൽ ആൻ്റണിയുടെ വിജയം തോന്നുന്നു. ഇതൊരു പ്രഡിക്ഷൻ അല്ല ഈ പരിപാടി. നമുക്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ LDF-ഉം UDF-ഉം BJP-യും കരസ്ഥമാക്കിയ വോട്ടുകൾ നമ്മളൊന്ന് പറയുന്നു, ഡേറ്റ മാത്രം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, വോട്ടുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ LDF-നും UDF-നും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കുറഞ്ഞു വരും. പക്ഷെ ജയിച്ചത് ആൻ്റണി തന്നെയാണ്, സംശയമില്ല. BJP-ക്ക് കൂടി വരും. പക്ഷേ ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയം ഉൾപ്പെടെ ഒരുപാട് സംഗതികൾ വന്നിരുന്നു. പിന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷ നിലയ്ക്കും സുരേന്ദ്രനായതുകൊണ്ടുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വോട്ട് നിലനിർത്താൻ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് കൂടി ചില വോട്ടുകൾ അനിൽ ആൻ്റണിക്ക് കിട്ടിയാൽ സംഗതി മറിയാം. സാർ, ഇവിടെ ഈ പത്തനംതിട്ടയിൽ എന്തായാലും BJP-യുടേതായിട്ടുള്ള കുറച്ച് വോട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ NDA-ക്ക് ഇവിടെ കിട്ടിയത് 15.84 അതായത് നേരത്തെ K. സുരേന്ദ്രൻ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 28.95 കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ NDA-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടെ കിട്ടിയത് 15.84. UDF-ന്, അതാണ് ഇതിലേറ്റവും രസം, ആൻ്റണി ലോക്സഭയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 37% കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. UDF-ന് ഈ മണ്ഡലങ്ങളിൽ എല്ലാം കൂടെ കിട്ടിയത് ആകെ 35% വോട്ടാണ്. അപ്പൊ വീണ്ടും UDF-ന് വോട്ട് ചോർച്ച വന്നു. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ് പത്തനംതിട്ടയിൽ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. മുൻപൊക്കെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, BJP എത്രത്തോളം വോട്ട് പിടിക്കുമോ അത്രയും വോട്ട് UDF-ന് നഷ്ടമാവും. അതൊരു പരമ്പരാഗത വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസത്തിൽ ഇപ്പോൾ ഒരു കാര്യമില്ല. കാരണം BJP അതിൻ്റെതായ അടിത്തറ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP-ക്ക് ലഭിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടുന്നത് UDF-ന് മാത്രമല്ല LDF-നും നഷ്ടപ്പെടും.
രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ BJP-യിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മൾ കണക്കൂട്ടൽ. മുമ്പ് നമ്മൾ കണക്കാക്കി വെച്ചിരുന്ന അങ്ങനെ ഒരാൾ കൂടുതൽ പിടിച്ചാൽ അത് UDF-ൻ്റെതായിരിക്കും. ഈ വോട്ട് കച്ചവടം എന്നൊക്കെ ഒരു അല്ല, LDF-ന്റെ വോട്ട് ഒരിക്കലും ചോരില്ല എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ചോർച്ചയൊക്കെ എല്ലാ ഭാഗത്തും ഇതിൽ തന്നെ നമുക്കറിയാം 37.26 വരുന്നു, പിന്നെ 34 പോയിന്റ് വരുന്നു, പിന്നെ 32 വരുന്നു. ചെറിയ പെർസെൻറ്റേജ് ആണെങ്കിലും LDF-ൽ കുറവ് വരുന്നു. അപ്പോൾ എന്തായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അനിൽ ആന്റണിയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പ്രാവശ്യം 28.97% കെ സുരേന്ദ്രൻ പിടിച്ചു. അതായത് 2,97,396 വോട്ട് പിടിച്ചു. തൊട്ട് മുകളിൽ വീണ ജോർജ് 3,36,000, ജയിച്ച ആന്റോ ആന്റണിക്ക് 3,80,000. അങ്ങനെ വീണ ജോർജിനേക്കാൾ 44,243 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി അവിടെ ജയിച്ചത്. സാർ, ഈ 3 സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡീമെറിറ്റും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥികളുടെയോ മുന്നണികളുടെയോ? സ്ഥാനാർത്ഥികളുടെ, ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ. ആന്റോ ആന്റണിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് ഈ മണ്ഡലത്തിന്റെ മൊത്തത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF അനുകൂല സ്വഭാവം നമ്മൾ ഈ നോക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ 15 വർഷമായിട്ടുള്ള ഒരു മണ്ഡല പരിചയമുണ്ട്. അതെ. പിന്നെ അദ്ദേഹത്തിന് എല്ലാ മതവിഭാഗങ്ങളിലും, പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിലാണെങ്കിലും NSS-ഉമായിട്ടൊക്കെ കുറച്ചൊരു അടുപ്പമുണ്ട്. ഇതാണ് അനുകൂലം. പക്ഷെ പ്രതികൂലം എന്ന് പറയുന്നത്, ഇത്രയും നാളായിട്ടും പത്തനംതിട്ടയിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ UDF-ന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടല്ലോ, പക്ഷെ ഇവിടെ ദേശീയ നേതാക്കളൊന്നും വന്നിട്ടില്ല. അതേസമയം അനിൽ ആന്റണിക്കുള്ള ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ളൊരു ഘടകം അതാണ്. അതായത് നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ കഴിഞ്ഞ തവണയും ഇത്തവണയും പത്തനംതിട്ടയിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇത് അനിൽ ആന്റണിയെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടൊരു കാര്യമാണ്. അനിൽ ആന്റണിക്കുള്ള പ്രതികൂലമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പരിചയക്കുറവും കന്നി മത്സരവും തന്നെയായിരിക്കും. ഇനി തോമസ് ഐസക്കിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു പ്രൊഫൈലുണ്ട്. CPM-ന്റെ വലിയ നേതാവാണ്, മുൻ ധനമന്ത്രിയാണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ അദ്ദേഹം പുതുമുഖമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖല ആയിരുന്നില്ല പത്തനംതിട്ട. കാരണം അദ്ദേഹം ആലപ്പുഴയിലാണ്. എന്നാലും CPM-ന് ശക്തമായൊരു സാന്നിധ്യമുണ്ട് ഇവിടെ. മാത്രമല്ല, ഇപ്പൊ 7 സീറ്റുകളും കയ്യിലിരിക്കുകയല്ലേ. അതാണ്. പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സപ്പോർട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 7 സീറ്റുകളിലും LDF-ന് ഇപ്പൊ നിയമസഭാ മണ്ഡലങ്ങൾ, ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ കാൻഡിഡേറ്റ്സ് ആണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്ലസ് ആണ്. അതാണ് അവരുടെ ബലവും അവരുടെ ധൈര്യവും അതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, പൂഞ്ഞാറിൽ PC ജോർജിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ട് PC ജോർജ് അവിടുത്തെ ഒരു കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. ആ വോട്ടുകൾ തീർച്ചയായിട്ടും അനിൽ ആന്റണിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് കിട്ടിയിരുന്ന മുഴുവൻ വോട്ടും, സുരേന്ദ്രന് കിട്ടിയ മുഴുവൻ വോട്ടും അനിൽ ആന്റണിക്ക് കിട്ടുമോ? നമ്പർ 1. അതിന് പുറമെ അനിൽ ആന്റണി ആയതുകൊണ്ട് മറ്റു ചില ഭാഗത്തുനിന്ന് കൂടി ചില വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ? മറ്റൊന്നുകൂടി ഉണ്ട് സാർ, അനിൽ ആന്റണി ആയതുകൊണ്ട് വോട്ട് കുറയുമോ എന്നുള്ള കാര്യമുണ്ട്. സൺ ഓഫ് AK ആന്റണി. അതെ. അത് പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും BJP-ക്ക് അവിടെ വലിയ വളർച്ചയുണ്ട് എന്നുള്ള കാര്യം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയും. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമ്മളുടെ വിനയപൂർവ്വമുള്ള ചോദ്യം, ആരായിരിക്കും നിങ്ങളുടെ MP?